ഓക്കെ, എല്ലാവർക്കും അണിതി ബ്ലോഗ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഏതാണ്? സിവിൽ എക്സൈസ് ഓഫീസർ ആണ് അല്ലെ. അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് അതിന്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ അല്ലേ? അപ്പൊ സിലബസ് നമുക്കറിയാമല്ലോ. എത്ര മാർക്കാണ്? 100 മാർക്കിൽ 20 മാർക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലെ. കണ്ടോ, ഇവിടെ ഹിസ്റ്ററി 5 മാർക്ക് അല്ലെ, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരളം ഭരണ സംവിധാനം 3 മാർക്ക്, ബയോളജി 4 മാർക്കാണ്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, കലാസാഹിത്യം അല്ലെ അതിന് 4 മാർക്ക്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയം 10 മാർക്ക്, അതുപോലെ തന്നെ മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്ക്. അപ്പൊ നമുക്ക് നോക്കാം സ്പെഷ്യൽ ടോപ്പിക്സ് എത്ര അല്ലെ, സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കേരളത്തിലെ പ്രധാന യൂണിഫോം പോസ്റ്റുകളിൽ ഒന്നാണ് ഇത് എക്സൈസ്. സാധാരണ എല്ലാവരും CPOക്ക് പുറകിൽ പോകും, പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട CPOക്ക് പോലെ തന്നെ തുല്യ പ്രാധാന്യം കൊടുക്കേണ്ട ഒരെണ്ണമാണ് സിവിൽ എക്സൈസ് ഓഫീസർ. വളരെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പൊ അവിടെ നമുക്ക് നോക്കാം എന്താണ് സിലബസ് നോക്കാം. മോഡ്യൂൾ 1 എന്താണ്? ദി അബ്കാരി ആക്ട് 1 of 1077 ആണ്. മോഡ്യൂൾ 1 എന്താണ്? ദി അബ്കാരി ആക്ട് 1 of 1077. അതിനകത്ത് മോഡ്യൂൾ 2 NDPS ആക്ട് ആണ് 2 മാർക്ക്. അബ്കാരി ആക്ടിന് എത്ര മാർക്കുണ്ട്? 4 മാർക്ക്. ഇതിനകത്ത് 2 മാർക്കാണ്. അതുപോലെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് 3 മാർക്കാണ്. അതുപോലെ ഫോറിൻ ലിക്കർ റൂൾസ് 3 മാർക്കാണ്. കോട്ട്പ 3 മാർക്കാണ്. അതുപോലെ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം കണ്ടോ, അത് 3 മാർക്കാണ്. IT ആക്ട് 2 മാർക്ക്. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ പോർഷനിലേക്ക് പോകാൻ. അപ്പൊ ഫസ്റ്റ് പോർഷൻ ഏതാണ്? അബ്കാരി ആക്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കാം, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ മോഡ്യൂൾ 1 ആണ് ദി അബ്കാരി ആക്ട് 1 of 1077. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് ഏത്? 1077 1-ാം അബ്കാരി നിയമം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ്. അതായത് അബ്കാരി എന്ന് ഉദ്ദേശിക്കുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട അല്ലെ, അതാണ് 1077 1-ാം അബ്കാരി നിയമം. അബ്കാരി നിയമം പാസാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി മഹാരാജാവാണ്. അബ്കാരി നിയമം പാസാക്കിയത് കൊച്ചി മഹാരാജാവാണ്. അബ്കാരി നിയമം പാസാക്കിയ വർഷം ചോദിച്ചാൽ 1902 ഓഗസ്റ്റ് 5-നാണ്. പറഞ്ഞു പഠിക്കൂ. 1902 ഓഗസ്റ്റ് 5-നാണ്. കൊല്ലവർഷം 1077, കർക്കിടകം 31. അപ്പൊ അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5-നാണ്. ഇത് മലയാളം പോയാൽ കൊല്ലവർഷം 1077, കർക്കിടകം 31. കൊല്ലവർഷം 1077 പാസാക്കിയ നിയമമായതിനാൽ ഇത് അബ്കാരി ആക്ട് 1077 എന്ന പേരിൽ അറിയപ്പെടുന്നു. കൊല്ലവർഷം 1077 പാസാക്കിയ നിയമമായതിനാൽ ഇത് അബ്കാരി ആക്ട് 1077 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? അത് 1967 ജൂലൈ 29 എന്നാണ്. 1967 ജൂലൈ 29. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കാം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് അബ്കാരി ആക്ട്. ഇത് നിലവിൽ വന്നതും പാസ്സാക്കിയതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പാസ്സാക്കിയത് 1902 ഓഗസ്റ്റ് 5-നാണെന്ന് അറിയുക. അടുത്തതിലേക്ക് പോവാം. എന്തിനാണ് അബ്കാരി ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കിയാൽ, അബ്കാരി നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നാൽ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. അപ്പൊ പ്രധാന ലക്ഷ്യം മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. അതുപോലെ മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക. അപ്പോ അബ്കാരി നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക. മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും എന്തൊക്കെ? ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കുക. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുക, ഏകീകരിക്കുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ നിയമം ബാധകമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ നിയമം കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ്. അതുപോലെ അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 72 ആണ്. അപ്പൊ ഈ നിയമം കേരളം മുഴുവൻ ബാധകമാണ്. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകളുടെ എണ്ണം 72.
ഇനി ജൂറിസ്ഡിക്ഷൻ, അതായത് അധികാര പരിധി എന്നാണ് പറയുന്നത്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധി എന്താണെന്ന് ചോദിച്ചാൽ അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ, മനസ്സിലാക്കി പഠിക്കുക, അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50. അപ്പൊ അബ്കാരി ആക്ടിലെ സെക്ഷൻ 50 എന്ന് പറഞ്ഞാൽ അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 50. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 50 എന്തുമായി ബന്ധപ്പെടുന്ന വെച്ചാൽ എന്താണ്? കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുപോലെ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. അപ്പൊ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പൂർത്തിയാക്കണം? കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം എന്നുകൂടെ സെക്ഷൻ 50 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. അപ്പോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കണ്ട ഒന്നാമത്തെ പോയിന്റ്, കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. രണ്ടാമത്തെ പോയിന്റ്, കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കണ്ടോ 1973 അല്ലെങ്കിൽ അത് പോയി പകരം എന്താണ് BNSS പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. അപ്പോ ഈ പ്രകാരമുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഒരു പോലീസ് റിപ്പോർട്ടിന്മേൽ എന്ത് ചെയ്യണം? ഇത് സമർപ്പിക്കണം. ഇതാണ് സെക്ഷൻ 50 പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുക. സെക്ഷൻ 50 എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. രണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിനെ സമർപ്പിക്കണം. അതുപോലെ ഇത് CRPC അന്വേഷണം നടത്തിയതിനു ശേഷം പോലീസ് റിപ്പോർട്ടിന്മേൽ മജിസ്ട്രേറ്റിൽ സമർപ്പിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. ഇതാണ് സെക്ഷൻ 50. നന്നായിട്ട് പഠിച്ചോളുക. 50A എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 50A. റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 50A എന്നറിയുക. ഓക്കെ. അതുപോലെ പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ കേസ് സെഷൻസ് കോടതിയിൽ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ പ്രസ്തുത കേസ് നമുക്ക് ഒന്നാമത് പറഞ്ഞുകൊണ്ട് എന്താണ്? ഈ റിപ്പോർട്ട് കിട്ടി, ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. 50A എന്ന് പറഞ്ഞാൽ എന്ത് നടപടിയാണ്? പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റിസീപ്റ്റ് ഓഫ് റിപ്പോർട്ട്. അതായത് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എന്തെല്ലാം നടപടികൾ എടുക്കാം എന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 50A. അപ്പോ പ്രസ്തുത കേസ് കൈകാര്യം ചെയ്ത മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ കേസ് സെഷൻസ് കോടതി, സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ, കൂടിയ കോടതിയെ ഉയർന്ന കോടതിയെ സെഷൻസ് കോടതി, ഉയർന്ന കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം എന്നാണ് 50A പറയുന്നത്. ഓക്കെ. അടുത്ത 51. Power of Abkari Inspector to cause attendance of witness before magistrate. മജിസ്ട്രേറ്റ് മുമ്പിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരമാണ്. അപ്പോ 51 എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരമാണ് സെക്ഷൻ 51. നോക്കാം. ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റ് മുമ്പിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഹാജരാക്കണം. ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാവുന്നതാണ്. ഇനി 2, മജിസ്ട്രേറ്റ് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ട്. അപ്പൊ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ കേസിന്മേൽ വിചാരണ നടത്തുകയും ചെയ്യാം, പ്രതിക്ക് വേണമെങ്കിൽ എന്തും കൊടുക്കാം, ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ട് എന്ന് ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് 51. 52ാമത്തെ സെക്ഷൻ 52. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആണോ? സ്ലോയിൽ പോകാം. നമുക്ക് ഒന്നുകൂടെ പറയാം. സെക്ഷൻ 50 കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് പറയുന്നു. 50A എന്തൊക്കെ നടപടികളാണെന്ന് അറിഞ്ഞു. 51 പറഞ്ഞു മജിസ്ട്രേറ്റ് മുമ്പിൽ സാക്ഷികളെ ഹാജരാക്കാൻ അല്ലെ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെ കുറിച്ച് പറഞ്ഞു. ഇനി 51 പറഞ്ഞു ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണമൊക്കെ പറഞ്ഞു. 52 സെഷൻ 52 പ്രകാരം ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കുവാൻ എന്തില്ല? പാടില്ല. അപ്പൊ ഓർമ്മിക്കുക, സെക്ഷൻ 52 പ്രകാരം ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കസ്റ്റഡിയിൽ വെക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് സെക്ഷൻ 52 എന്നറിയുക. നേരെ വരുന്നു 53B. ഇതാണ് സെക്ഷൻ 53B. നോക്കാം. ഒരു
അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേൽ കോടതിക്കുള്ള അധികാരപരിധിയെ കുറിച്ച് പറയുന്നു. പിടിച്ചെടുത്ത വസ്തുക്കളെ പറ്റി അല്ലെ. അപ്പം അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേൽ കോടതിയുടെ അധികാരപരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 53 ബി ഫോർ ബോണ്ട് എന്നോർത്താൽ മതി. ബി ഫോർ ബോണ്ട്. അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും, അല്ലെങ്കിൽ ബൈക്ക് എന്നോർത്താലും മതി. അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ്. അപ്പോ അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനം എന്ത് ചെയ്യാം? കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ്. അതുപോലെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത വാഹനത്തിന് മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് വിട്ടു നൽകാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ്, അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേൽ കോടതിയുടെ അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 53 ബി. 2, അങ്ങനെ പിടിച്ചെടുത്താൽ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ്. 3, ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചുള്ള പണം ബോണ്ടായി വാങ്ങിയാൽ വാഹനം എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത്, ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ. നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നു സെക്ഷൻ 6. മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. അപ്പൊ സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. ഇറക്കുമതി. 6 ഇറക്കുമതി. 6 ഇറക്കുമതി. 6 ഇറക്കുമതി. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെയോ സർക്കാരിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത്. അപ്പൊ സെക്ഷൻ 6 ഒന്നെന്താണ്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെയോ സർക്കാരിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത്. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സെക്ഷൻ 7. സെക്ഷൻ 7 എന്താ പറയുന്നത്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുതെന്ന് പറഞ്ഞ സെക്ഷനാണ് ഏത്? സെക്ഷൻ 7. അപ്പൊ ഇറക്കുമതി 6. അപ്പൊ 7 കയറ്റുമതി. 6 ഇറക്കുമതി, 7 കയറ്റുമതി. 6 ഇറക്കുമതി, 7 കയറ്റുമതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ സെക്ഷൻ 7 നമുക്ക് നോക്കാം. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെയോ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാനും പാടില്ല. അപ്പൊ 6 സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. 7 സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കയറ്റുമതി ചെയ്യാനും പാടില്ല. ഓക്കെ ആണോ? അപ്പൊ 6ഉം 7ഉം ഓക്കെ ആണോ? സെക്ഷൻ 6ഉം 7ഉം ഓക്കെ ആണോ? സെക്ഷൻ 8 ചാരായത്തെ കുറിച്ച് പറയുന്നു. ചാരായം. ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 8. 8 ചാരായം. ചേരാന്നോർത്തത്. ചേര. ചേര എന്ന് പറഞ്ഞാൽ ചേര ഇങ്ങനെ പിണങ്ങല്ലേ കിടക്കുന്നത്. ചേരപ്പാമ്പ്. അപ്പൊ ഓർത്തത് ചാരായം നിർമ്മാണം. അപ്പൊ ചാരായത്തിന് നിയന്ത്രണമാണ് 8ൽ പറയുന്നത്. ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവയുടെ നിരോധിച്ചിട്ടുള്ള അബ്കാരി വകുപ്പാണ് സെക്ഷൻ 8. ഓക്കെ ആണോ? ഇതിൽ 8 ക്ലോസ് 1 and 2 നമുക്ക് നോക്കാം. സെക്ഷൻ 8 ക്ലോസ് 1 എന്താണ്? ഒരു വ്യക്തിയും പെർമിറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് ട്രാൻസ്ഫർ കടത്ത് കൊണ്ടുപോകാൻ വേണ്ടി പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ ചെയ്യരുത്. ബോട്ടിലിംഗ് ആണ്. ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് പറയുന്ന സെക്ഷനാണ് 8 ക്ലോസ് 1. 8 എന്ന് പറഞ്ഞാൽ അതിന്റെ നിയന്ത്രണം, 8 ക്ലോസ് 1 അതിന്റെ കാര്യം. ഇനി 8 ക്ലോസ് 2. സെക്ഷൻ 8 ക്ലോസ് 1 പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ, അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 10 വർഷം വരെയാകും തടവും 1 ലക്ഷം രൂപയിൽ കവിയാത്ത പിഴയും കിട്ടും. 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപയിൽ കവിയാത്ത പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. ഇതാണ് 8ന്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ. സെക്ഷൻ 9. മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വഴി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അപ്പോ സെക്ഷൻ 9
മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് അപ്പൊ കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വഴി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നാണ്. കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10. സെക്ഷൻ 9 ഒന്നുകൂടെ പറയാം. മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ, അതാണ് സെക്ഷൻ 9. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10. ഇനി 10 പ്രകാരം എന്ത് ചെയ്യാം? സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല. അപ്പൊ 10 നമ്മൾ ഒന്നുകൂടെ പറയാം. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളാണ് സെക്ഷൻ 10. ഇനി അവിടെ എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 10. ഇനി മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. 3, അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, 10 സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല. അടുത്ത് പറഞ്ഞു, മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അടുത്ത് പറഞ്ഞു, അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ്. ഇനി സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചു, നമ്മൾ ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. നമുക്ക് ഒരുപാട് ആയിക്കണമെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് അബ്കാരി ആക്ട് എന്ന് ചോദിച്ചാൽ. നമ്മൾ പറയില്ലേ, കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുപ്രധാന നിയമമാണ് 1077 ഒന്നാം അബ്കാരി നിയമം. അതിൽ 2 പറഞ്ഞു എന്താണ്, ഈ അബ്കാരി നിയമം പാസ്സാക്കിയത് കൊച്ചി മഹാരാജാവാണ്. അടുത്ത് പറഞ്ഞു, ഈ അബ്കാരി നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 1902 ഓഗസ്റ്റ് 5. ഇത് അല്ലെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29. അടുത്ത് പറഞ്ഞു, ഈ അബ്കാരി നിയമത്തിന്റെ ലക്ഷ്യം പഠിച്ചു. മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിന്റെയോ ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന തുടങ്ങിയവയുടെ നിയന്ത്രണമാണ്. ആകെയുള്ള സെക്ഷനുകൾ 72 എന്ന് പറഞ്ഞു. അതുപോലെ അബ്കാരി ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കുന്നു. സെക്ഷൻ 50 കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 50A കുറിച്ച് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ 51 പഠിച്ചു. എന്താണ്, മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരം പറഞ്ഞു. അതുപോലെ 51 പഠിച്ചു. ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിൽ എടുത്ത വ്യക്തിയെ എന്ത് ചെയ്യണം അതൊക്കെ പറഞ്ഞു. 52 പറഞ്ഞു, 24 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞു. 53B പറഞ്ഞു, ബോണ്ടിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാം, വിട്ടയക്കാം എന്ന് പറഞ്ഞു. 6 ഇറക്കുമതി എന്ന് പറഞ്ഞു. 7 കയറ്റുമതി എന്ന് പറഞ്ഞു. 8 ചാരായത്തിന്റെ നിയന്ത്രണമാണ്. അതിൽ ഏറ്റവും 1 8 ക്ലോസ് 2 പഠിച്ചു. അവിടെ 9 പഠിച്ചു, 10 പഠിച്ചു. 10-നകത്ത് 2 കാര്യം 3 പോയിന്റ് പറഞ്ഞില്ലേ. അതുപോലെ 11 നമ്മൾ പഠിച്ചു. എന്താണ്, 11 പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് നോക്കാം. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച്. പെർമിറ്റ് 11 ആണ്. അപ്പൊ അവിടെ വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. പെർമിറ്റ് സെക്ഷൻ 11 അവിടെ ഓർക്കേണ്ടത്, നമ്മളൊരു ചെക്ക് പോസ്റ്റ് പോലെ എടുക്കുക. എന്താണ്, ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ്. ഇങ്ങനെ 2 ചെക്ക് പോസ്റ്റ് ഇരിക്കുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ അല്ലെ ക്ലോസ്. പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇത് തുറക്കും. 11 പെർമിറ്റ് 11 പെർമിറ്റ് ഓർമ്മിക്കാമോ? അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കി. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കും. അല്ലെ കമ്മീഷണറോ അതിനുവേണ്ടി യഥാക്രമം നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ്. അതായത് ചിലപ്പോൾ ഒരു പെർമിറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 1 വർഷത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 6 മാസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിലേക്കായിരിക്കാം. ഓക്കെ, ഇങ്ങനെ അനുവദിക്കുന്ന
പെർമിറ്റുകളുടെ കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ് എന്നറിയുക. ഓക്കെ, ഓരോ പെർമിറ്റും താഴെ പറയുന്നവ വ്യക്തമാക്കിയിരിക്കണം. എന്തൊക്കെയാണ് പെർമിറ്റിൽ വ്യക്തമാക്കിയിരിക്കേണ്ടവ? എ, മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്. ഇനി പെർമിറ്റിൽ ഉണ്ടായിരിക്കേണ്ട സാധനമാണ് ഒന്ന്, മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് വേണം. ബി, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വേണം. പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വേണം. സി, പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും വേണം. പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും വേണം. ഡി, സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓരോ പെർമിറ്റും താഴെ പറയുന്നവ വ്യക്തമാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന്, മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് വേണം. പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വേണം. പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റു വിവരങ്ങളും വേണം. സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങളും വേണം. അതുപോലെ ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ എന്ത് അനുവദിക്കൂ? പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. അതുപോലെ കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലെ മദ്യം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. പെർമിറ്റിൽ പറഞ്ഞിട്ടുള്ള അളവിലുള്ള മദ്യം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഈ പെർമിറ്റ് നിയമപരമായ സംരക്ഷണം ലഭിക്കും. അപ്പൊ ഈ അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ് എന്നറിയുക. പെർമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 11 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിക്കുക. സെക്ഷൻ 11 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷൻ എത്ര വരെ പഠിച്ചു? സെക്ഷൻ 11 വരെ പഠിച്ചു. ഒന്നുകൂടെ പറയാം, 11 പെർമിറ്റ് ആണ്. നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ക്ലിയർ ആണോ? നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ഓക്കെ ആണോ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.